ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഒരു വനിത വരികയാണ്. ഒരു വളരെ പ്രമുഖയായിട്ടുള്ള വനിതയാണ് ചിന്താ ജെറോം. എന്താണ് തോന്നുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാസം പോലെ ആയിട്ട് പലരും വിലയിരുത്തുന്നുണ്ട്. അല്ല, ഞാൻ ഒരിക്കലും ഒരു വനിത ഒരു ഉയർന്ന സ്ഥാനത്ത് വരുന്നതിനെ പരിഹസിക്കില്ല എന്ന് മാത്രമല്ല, ഡിവൈഎഫ്ഐ അക്കാര്യത്തിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നതിൽ ഞാൻ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ കൂടുതൽ പങ്കാളിത്തം വേണം എന്നത് വളരെ പ്രധാനമാണ്. ഇടതുപക്ഷത്തിന് മുമ്പ് പറ്റിയിട്ടുള്ള പല പ്രശ്നങ്ങളും, ഇപ്പോൾ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി ഇതുവരെ ഒരു സ്ത്രീ വന്നിട്ടില്ല. കേരളത്തിലെ സെക്രട്ടറിയായി വന്നിട്ടില്ല. ജില്ലാ സെക്രട്ടറി ആയിട്ട് പോലും ഒരു സ്ത്രീ വന്നിട്ടില്ല കേരളം പോലൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത് തന്നെ CPM-ന്റെ ഒരു ദോഷമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോം എന്ന ഒരു പെൺകുട്ടി സ്ത്രീ വരുന്നതിനെ ഞാൻ അങ്ങേയറ്റം സ്വാഗതം ചെയ്തു. അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വരാം. ചിന്തയെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അതിപ്പോ ആരെയൊക്കെയാലും ഉണ്ടാവും. ആരെയൊക്കെയാലും ഇപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് MA റഹീമാണ്. റഹീമിന് കിട്ടിയത്ര ട്രോള് കേരളത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അത് ട്രോള് മാത്രം വെച്ച് നമുക്ക് ഒരാളെ വിലയിരുത്താൻ പറ്റില്ല. ഡബിൾ എ റഹീം അങ്ങനെയൊക്കെ ട്രോള് വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ട്രോള് നോക്കി നമുക്ക് ഒരാളെ വിലയിരുത്താൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് ആരാന്നുള്ളതല്ല, ഇപ്പൊ പത്രങ്ങളിൽ വന്ന അവരുടെ പ്രവർത്തന റിപ്പോർട്ട് സംബന്ധിച്ച വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തൽ അവർ പറയുന്നത് കഴിഞ്ഞ 10 വർഷം ഉറങ്ങായിരുന്നു. അത് തന്നെ അതിൻ്റെ അർത്ഥം. ശിഥിലമായി എന്നാണ്. ഒരു യുവജന സംഘടന അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്. യുവജന സംഘടന പാർട്ടിയുടെ പോഷക സംഘടനയായി അല്ല വരേണ്ടത്. ഏതോ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും, ഞാൻ പറയുന്ന ഒരു പേരിൽ അതൊക്കെ ഉണ്ടെങ്കിലും ഒരു യുവജന സംഘടനയ്ക്ക് അതിനപ്പുറത്തുള്ള ഒരു റോളുണ്ട്. ഇപ്പൊ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഏറ്റവും നന്നായി നടന്ന കാലം ഏതാണ്? എനിക്ക് തോന്നുന്നു 70-കളിൽ AK ആന്റണി, വയലാർ രവി, PM സുധീരൻ, ഈ നേതാക്കന്മാരൊക്കെ, ഉമ്മൻചാണ്ടി, ഇവരൊക്കെ വളരെ പെട്ടെന്ന് അങ്ങ് വളർന്നു വന്നത് നിലവിലുള്ള നേതൃത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ നിലവിലുള്ള നേതൃത്വത്തെ വെല്ലുവിളിക്കണം, പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കണം. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഭരിക്കുന്നത് ആരാണെന്ന് നോക്കാതെ ഇടപെടാൻ കഴിയും. ഇപ്പോ പ്രശ്നം എന്താ വെച്ചാൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ പരിമിതി എന്താ? കക്ഷി രാഷ്ട്രീയത്തിന്റെ പരിമിതി, ഞാൻ ഈ സമരത്തിൽ ഇടപെട്ടാൽ അത് പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ നോക്കേണ്ടി വരും. എല്ലാ കക്ഷിയും. CJPയുടെ വിജയം എന്താ? CJPയുടെ വിജയം പലവട്ടം ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്, പലരും ആവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് ഇതുകൊണ്ട് ഏത് പാർട്ടിക്ക് ഗുണം കിട്ടും, ഏത് പാർട്ടിക്ക് ദോഷം കിട്ടും നോക്കേണ്ട കാര്യം അവർക്കില്ല. അത് ജനകീയ പ്രശ്നങ്ങൾ അങ്ങനെയാണ്. ഒരു ജനകീയ സമരമാണെങ്കിലും, പരിസ്ഥിതിയാണെങ്കിലും, മനുഷ്യാവകാശമാണെങ്കിലും, വിദ്യാഭ്യാസ അവകാശങ്ങളാണെങ്കിലും, സ്ത്രീപക്ഷ സമരങ്ങളാണെങ്കിലും, ഈ സമരത്തിൽ സമരം കൊണ്ട് അയ്യോ ഇത് UDF-ന് ഗുണാവോ, LDF-ന് ഗുണാവോ, BJP-ക്ക് ഗുണാവോ തുടങ്ങിയ തരികിട വാദങ്ങളൊന്നും വരാൻ പാടില്ല. കാരണം അതിൻ്റെ മെറിറ്റിലാണ് നിങ്ങൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മുടെ യുവജന സംഘടനകൾ, പ്രത്യേകിച്ചും DYFIക്ക് അത് കഴിയാറ്. അവരെ പൂർണ്ണമായും AKG സെന്ററിൽ നിന്ന് നിയന്ത്രിക്കുന്ന പാവകളായിട്ടാണ് അവരെ കണ്ടിട്ടുള്ളത്. DYFI ഇത്രയും പ്രശ്നത്തിലാവാനുള്ള കാരണം എന്താ? കഴിഞ്ഞ 10 വർഷമായി പിണറായി ഡിഫൻസ് ആർമി ആയിട്ടാണ് അവർ പ്രവർത്തിച്ചത്. PDA എന്ന് വേണ്ടി നമുക്ക് പറയാം. പിണറായി ഡിഫൻസ് ആർമി CPM-ന്റെ പോലുമല്ല. പിണറായി വിജയനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ എല്ലാവരും കൂടി വന്ന് വീണ് ആകെ ബഹളമാക്കി പിണറായി സിന്ദാബാദ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥാപനമായി DYFI മാറി. ഇപ്പോൾ കേരളത്തിൽ നടന്ന ഒരുപാട് ജനകീയ സമരങ്ങളുണ്ടല്ലോ, ഇവരെവിടെയെങ്കിലും കണ്ടു? ഇപ്പോൾ ആശാ സമരത്തിൽ യഥാർത്ഥത്തിൽ DYFIക്ക് വരാം. DYFI വന്ന് പറയേണ്ടതെന്ന്, ഇവർ അധ്വാനിക്കുന്ന ഇവർ പാവപ്പെട്ട ആളുകളാണ്, ഇവരോട് അനുവദിക്കണം, അവരുടെ സമരപന്തൽ വരണം. ഇപ്പൊ ഞാൻ അതിന്റെ തമാശ കണ്ടത്, ഗവൺമെന്റ് മാറിയപ്പോൾ അവിടെ കുറെ കാലമായിട്ട് PSC നിയമനവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുന്നുണ്ട്. LP സ്കൂൾ ടീച്ചേഴ്സ്, ഹൈസ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സഖാക്കളൊക്കെ സമരത്തിലേക്ക് വരുന്നു. അപ്പൊ ഇവരുടെ ആവശ്യം എപ്പോഴാണ് ഉന്നയിച്ചത്? എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വന്നേ? 2023 വന്ന റാങ്ക് ലിസ്റ്റിൽ നിയമനം നടത്തണമെന്ന ഇവരുടെ ആവശ്യം. ഒരു 1ാം റാങ്കുകാരെ പോലും നിയമിച്ചിട്ടില്ല പല ജില്ലകളിലും. അപ്പൊ ഇപ്പൊ വന്നിട്ട് സമരത്തിന് വന്നിട്ട് റഹീമോ ശിവൻകുട്ടിയും വന്നിട്ട് ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. അപ്പൊ പ്രശ്നം എന്താ? കക്ഷി രാഷ്ട്രീയത്തിന്റെ ബാഗേജ് ആണ് ഇവർക്കുള്ളത്. ഇപ്പോഴും ഒരു പറയുമ്പോൾ എന്താ പറയാ, ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉടനെ ചിന്താ ജെറോം പറയും ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്തു. നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നത് മോശമുള്ള കാര്യമൊന്നുമല്ല, പൊതിച്ചോറ് കൊടുക്കണം, വിശക്കുന്നവൻ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ പൊതിച്ചോറിൽ മാത്രമായി അവിടെയാണ് പ്രശ്നം. ഒരു ചാരിറ്റി സംഘടനയല്ല DYFI ഒരു സമര സംഘടനയാണ്. ചാരിറ്റി സംഘടന ഈ രാജ്യത്ത് കുറേ ഉണ്ടെന്നേ. ഇപ്പൊ പള്ളിക്കാരൻ നടത്തുന്നുണ്ട്, മുസ്ലിം സംഘടനകൾ നടത്തുന്നുണ്ട്, ഹിന്ദു സംഘടനകൾ നടത്തുന്നുണ്ട്, പിന്നെ SNDPക്കൊക്കെ ചാരിറ്റി ഉണ്ട്.
സിനിമാ നടന്മാർക്കുണ്ട് ചാരിറ്റി സംഘടന അല്ലേ? അതെ. അവരൊക്കെ നല്ല ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഞാൻ അവരൊന്നും മോശം പറയല്ല. പക്ഷെ ചാരിറ്റി സംഘടനയല്ല യുവജന സംഘടന. യുവജന സംഘടന അതിന്റെ അന്നത്തെ അനീതിക്കെതിരായി സമരത്തിൽ വരിക എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നത് CJP മോഡൽ ഒരു സമരം പിണറായി ഗവൺമെന്റിനെതിരെ വന്നെങ്കിൽ ഡിവൈഎഫ്ഐ ഉണ്ടല്ലോ, അവിടെയാ പ്രശ്നം. അതേ ഒരു സമരം ഇവിടെ വന്നാൽ ഡിവൈഎഫ്ഐ നേതാവ് ഇവിടെ വന്ന് പറയണം, പിണറായി വിജയനല്ല ആര് ഭരിച്ചാലും ശരി ഞങ്ങൾ ഈ നീതിക്കൊപ്പമുണ്ട്. ഇപ്പൊ പ്രശ്നം സംഭവിക്കാൻ പോണെന്താ, ഏത് വിഷയം വന്നാലും പിണറായി ഗവൺമെന്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഇവർക്ക് ഇതിൽ വരാൻ പറ്റും. ആ ന്യായീകരണ ജോലിയല്ലല്ലോ ഡിവൈഎഫ്ഐ. പാർട്ടിക്കാർ ചെയ്തോട്ടെ ക്യാപ്സ്യൂൾ ചെയ്തോട്ടെ ഒക്കെ ചെയ്തോട്ടെ. കഴിഞ്ഞ കുറെ കാലമായി ഈ ഡിവൈഎഫ്ഐ നേതാക്കൾ ചാനലിൽ വന്നിരുന്ന് ചമ്മിപ്പോന്ന് നമ്മൾ കണ്ടിട്ടു. അതെ, കാരണം അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആകെ പറയാൻ പറ്റുന്നത് സതീശൻ, നുണേശൻ, അങ്ങനെ കുറെ കാര്യങ്ങളല്ല. കൃത്യമായി ഇപ്പോ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നു വീണയുടെ വിഷയം. വീണയുടെ വിഷയത്തിൽ എന്താണ് ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ആദ്യം പറഞ്ഞിരുന്നതെന്നൊന്ന് എടുത്തിട്ട് നോക്കി. ഇപ്പൊ അവരത് പറയില്ല. അന്ന് നമ്മളെപ്പോലുള്ളവർ പറഞ്ഞു ഒരു പണിയും ചെയ്യാതെ കാശ് മേടിച്ചതാണ്, അത് അഴിമതിയാണ്, അത് മണി ലോണ്ടറിങ് ആണ്. വെറുതെ ഒരാൾക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു 1000 രൂപ 5 മണി ലോണ്ടറിങ് ആണ്. അങ്ങനെയില്ലല്ലോ, നിങ്ങൾ ഇന്ന പണി ചെയ്തിട്ട് കിട്ടുന്നു എന്ന് പറയും. പക്ഷെ ഇവരൊക്കെ പറഞ്ഞത് അവർ കയറ്റി അയച്ചു, സോഫ്റ്റ്വെയർ കയറ്റി അയക്കുന്ന കമ്പനിയാണ്, MS ഓഫീസ് കൊടുത്തു, മറ്റേ എക്സൽ കൊടുത്തു, ഒക്കെ കൊടുത്തു എന്നൊക്കെയാ പറഞ്ഞേ. യഥാർത്ഥത്തിൽ എന്തിനാ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ഇങ്ങനെ കോമാളിയാവണ്? അവർ പറയേണ്ടത് എന്താ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളായാലും ശരി ശിക്ഷ അനുഭവിക്കണം എന്ന് പറയാ വേണ്ട. അതാണ് പ്രശ്നം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നോക്കൂ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു മുഹമ്മദ് ഹുസൈൻ വന്നതിന്റെ ഒരു വലിയ വിഷയമാണ്. അദ്ദേഹം കോൺഗ്രസിലെ ഒരാളുമല്ല, മുഖ്യമന്ത്രിയുടെ പരിചയക്കാരെന്നുള്ളൂ. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളൊക്കെ കേസിൽ വരിക. അപ്പൊ അവർ പിണറായി വിജയനെ പറ്റി പോസ്റ്റ് ഇട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ ഇടയിൽ പിണറായി വിജയന്റെയോ MP ഗോവിന്ദന്റെയോ സെൽഫി ഉണ്ടാവും. ഒരു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റിന്റെ അത് ഉണ്ടാവില്ലേ, അയാളുടെ പോസ്റ്റിൽ വന്നിട്ടുണ്ടാവും. അത് വെച്ച് ഞാൻ പറഞ്ഞത് അവിടെ കൃത്യമായ നിലപാട് വേണം. നിലപാട് എന്താ? നിലപാട് VD സതീശനാണോ പിണറായി വിജയനാണോ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നല്ല. അനീതി നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കൊപ്പം ഉണ്ടാവും. അങ്ങനെയാണ് ഡിവൈഎഫ്ഐ SFI ഒക്കെ വളർന്നത്. ഞാൻ SFIയിലും പഴയ KSYF-ലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വന്നാൽ ഒരുപക്ഷെ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM-ഓ, പക്ഷെ നമ്മളാ പ്രശ്നം ഉന്നയിക്കും. നമ്മൾ പറയും ഇത് വരും. അപ്പൊ എന്താ വെച്ചാൽ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും, വിശ്വാസ്യതയില്ല. ഡിവൈഎഫ്ഐ ആദ്യമായി ചെയ്യേണ്ടത്, ചിന്ത പ്രസിഡന്റ് ആവട്ടെ നല്ല കാര്യം, അവരുടെ മറ്റു ക്വാളിറ്റി, അവരുടെ PhD, അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ തീർച്ചയായിട്ടും അവരൊരു സ്ത്രീയാണെന്ന നിലയിലുള്ള വലിയ പരിഗണന തന്നെയാണ്. പക്ഷെ അത് അവിടെ നിൽക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ സ്ത്രീയെ എഴുത്തി കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനപ്പുറം ഒരു ഡിവൈഎഫ്ഐ പ്രസിഡന്റിന് വേണ്ട ശേഷിയെ കുറിച്ച് ആളുകൾ ചോദ്യം ചെയ്യപ്പെടും. അത് തെളിയിക്കട്ടെ. കാരണം 10 വർഷമായിട്ട് ഡിവൈഎഫ്ഐ പ്രസിഡന്റുമാരൊക്കെ മണങ്ങൂസന്മാരായിരുന്നു. അത് അവരുടെ വിട്ടല്ല. 10 കൊല്ലമായിട്ട് SFIയുടെ നേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയൂ? ആകെ അറിയുന്ന PM ആർഷോനിയാണ്. അതും നല്ല കാര്യത്തിനല്ല. എഴുതാത്ത പരീക്ഷ ജയിക്കുകയും അല്ലെങ്കിൽ ആളുകളെ നെഞ്ഞത്ത് ചവിട്ടുകയും സ്ത്രീകളെ അവമാനിക്കുകയൊക്കെ ചെയ്യുന്നതിനെ SFIക്കാരെ പോലും അവമാനിച്ചതിനാണ് ആർഷോ ഫേമസ് ആവുന്നത്. അല്ലാണ്ട് വേറൊരു നല്ല കാര്യം, ഒരു വിദ്യാർത്ഥി വിഷയം എടുത്ത് മുൻപോട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ഒരുപാട് പ്രശ്നം ഉണ്ടായി. അതിലേതെങ്കിലും ഇവർ വന്നു ഇവിടെ ബസ് ചാർജ് കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ കറണ്ട് ചാർജ് കൂട്ടുമ്പോൾ, വെള്ള ചാർജ് കൂട്ടുമ്പോൾ, ഭൂനികുതി കൂട്ടുമ്പോൾ, വീട്ടുകരം കൂട്ടുമ്പോൾ, ഇതൊക്കെ 4-5 തവണ വലിയ തോതിൽ കൂട്ടിയതാ കഴിഞ്ഞ 10 വർഷം. ഡിവൈഎഫ്ഐ എപ്പോഴെങ്കിലും വേണ്ടി കേരളത്തിൽ പോലൊരു സമരം ഭരണം അവിടെയാണ് പ്രശ്നം. ഭരണത്തെ സംരക്ഷിക്കാനാണ് ഡിവൈഎഫ്ഐ ഒരുങ്ങുന്നതെങ്കിൽ പാർട്ടിയെ സംരക്ഷിക്കാൻ, അത് അവസാനം ഒരു വ്യക്തിയെ സംരക്ഷിക്കുക എന്നുള്ള രൂപത്തിലെ അതല്ല ഡിവൈഎഫ്ഐ. ഞാൻ പറയണ ഇനി ഡിവൈഎഫ്ഐക്ക് മാറാം. ചിന്താ ജെറോം അടക്കമുള്ള ആളുകൾ വരട്ടെ. അവർ വളരെ വ്യക്തമായി ഇപ്പോഴുള്ള ഈ അവരുടെ ശൈലിയിലൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കും. അവരുടെ ചില പ്രയോഗങ്ങളൊക്കെ വളരെ മോശപ്പെട്ട പ്രയോഗങ്ങളൊക്കെ നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാറ്റട്ടെന്നാൽ. പക്ഷെ അങ്ങനെ നന്നാവുക അല്ല. പക്ഷെ ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് പുതിയൊരു മുഖത്തെ ഒരു ഫ്രഷ് ഫേസിനെ കൊണ്ടുവന്ന് അങ്ങനെ ഒരാളെ പോപ്പുലറൈസ് ചെയ്തുകൂടാ? അല്ല, അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം, ഞാൻ SFI രംഗത്ത് പ്രവർത്തിക്കുന്ന 70കളുടെ പകുതിയിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, അതിനുശേഷം ഒരു 30-40 കൊല്ലം കേരളത്തിലെ ക്യാമ്പസുകൾ മുഴുവൻ ഏതാണ്ട് SFI ക്യാമ്പസുകളായി ആധിപത്യമായി. യൂണിവേഴ്സിറ്റി യൂണിയൻ ക്യാമ്പസുകളൊക്കെ. പിന്നെ ഈ സ്വാശ്രയം വന്നപ്പോഴാണ് കുറച്ച് അവർ വേറെ പോയി. എന്നിട്ടും എന്തേ CPM-ന് പുതിയ നേതൃനിര അതിൽ നിന്ന് വരാതിരുന്നത്? 70കളിൽ വന്ന നേതാക്കൾ
80-കൾ കഴിഞ്ഞപ്പോൾ CPM-ന് അങ്ങനെ പി ശശിയോ ഒക്കെ ഞാൻ കൂടെ വർക്ക് ചെയ്ത, സുരേഷ് കുറുപ്പ്, അതുപോലെ ഒരുപാട് നേതാക്കന്മാർ, വൈക്കം വിശ്വൻ ഒക്കെ അതുപോലെ ഓരോ നേതാക്കന്മാരുണ്ട്, ജി സുധാകരൻ, ആദ്യം മുതൽ വന്ന ആളുകൾ. അതുപോലൊരു നേതാവ് ഇപ്പൊ വരാതിരിക്കുന്ന എന്തുകൊണ്ട്? ഈ SFI മാത്രമല്ല, ക്യാമ്പസിൽ നിന്ന് വരുന്നവർ മുഴുവൻ SFIക്കാരാണെങ്കിൽ CPM കേരളത്തിൽ ബംഗാളിനേക്കാൾ വലിയ പാർട്ടിയാവുണ്ട്. എന്റെ ആവാഞ്ഞ് എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയവൽക്കരണം നടക്കും. അരാഷ്ട്രീയമല്ല രാഷ്ട്രീയം. അല്ല, എന്താണത് രാഷ്ട്രീയവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇവർ കോളേജിൽ SFI ആവുന്നത് ഒരു രാഷ്ട്രീയം പഠിച്ചിട്ട്. കോളേജിൽ എല്ലാവരും SFI ആണ്, ഞാൻ SFI. കൈയൂക്കും, അല്ലെങ്കിൽ പേടിച്ചിട്ടും ആവാം, പല കാരണം കൊണ്ടാവാം. ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ വലിയ പാടാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഈ ഒഴുക്കിന് പോവുക. പുറത്തു വന്നാൽ അവരുടെ രാഷ്ട്രീയം വരും. അപ്പൊ ഈ കോളേജിൽ SFI ജയിക്കുകയും SFIക്ക് വോട്ട് ചെയ്യുകയും ചെയ്ത ആളുകൾ പുറത്തു വരുമ്പോൾ അങ്ങനെ അല്ലാതാവുന്ന എന്തുകൊണ്ടാണ്? പുറത്തു വരുമ്പോൾ ചിലപ്പോൾ BJPക്കാരനോ കോൺഗ്രസ്സുകാരനോ വേറെ എന്തെങ്കിലും ലീഗോ ഒക്കെ ആവും, അല്ലെ ജമാഅത്തെ ഇസ്ലാമിയാവും. ഞാൻ പറഞ്ഞത് ഇപ്പോ അഭിമന്യുവിന്റെ വിഷയം തന്നെ എടുക്കുക. അഭിമന്യുവിന്റെ കേസ് 8 വർഷമായി പിണറായി വിജയൻ ഗവൺമെന്റ് അന്വേഷിച്ചു, എവിടെ എത്തിയില്ല. അഭിമന്യുവിനെ പോലൊരു സഖാവിനെ മഹാരാജാസ് പോലൊരു ക്യാമ്പസിലിട്ട് വെട്ടിക്കൊന്നിട്ട് ആ പ്രതികളെ ശിക്ഷിക്കാൻ 8 വർഷം ഭരിച്ച സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ SFI എവിടെയായിരുന്നു? ഒന്നും മിണ്ടിയില്ല. SFI എവിടെയായിരുന്നു? അല്ല, അഭിമന്യുവിന് SFI ശരിക്കും കുരുതിക്ക് കൊടുക്കുക. അല്ല, അത് ഞാൻ വാദിക്കുന്നില്ല. ഞാൻ പറയുന്നത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്, അഭിമന്യുവിനെ പോലൊരു സഖാവ് കൊല്ലപ്പെട്ടിട്ട് 8 വർഷമായി. ഇപ്പോ നേരെ മറിച്ച് UDF-ന്റെ കാലത്താണ് കൊല്ലപ്പെട്ടെന്ന് ചോദിക്കുക. പ്രതികളെ ശിക്ഷിച്ചില്ല, പ്രതികളെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് വരില്ലേ? ഇപ്പൊ 8 വർഷം പ്രതികളെ രക്ഷിച്ചതാരാ? പ്രശ്നം അതാ. അപ്പോ അത് വരാം. ഇപ്പൊ നാളൊരു UDF ഭരിക്കുന്ന കാലത്താണെങ്കിൽ എളുപ്പമാണ്. അല്ല, വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം പോലും അവർക്ക് ലഭിച്ചു അഭിമന്യു കാരണം. അല്ല, പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. അവിടെയാണ് അവർക്ക് അബദ്ധം പറ്റിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDP-യുടെ പിന്തുണയും വാങ്ങി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ പിന്നെ മിണ്ടാൻ പറ്റില്ല. ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പിൽ ഒരു ഗുണം ഉണ്ടായില്ലെങ്കിലും വെറുതെ ചീത്തപ്പേരിന് മാത്രം SDP-യുടെ പിന്തുണ വാങ്ങി. ആരെങ്കിലും വോട്ട് ചെയ്തോന്നും എനിക്കറിയില്ല. SDP-യുടെ പിന്തുണ വാങ്ങിയത് അവർക്ക് ദോഷമായുള്ളൂ. ഞാൻ കൃത്യമായി അറിയാം, നേമം മണ്ഡലത്തിൽ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ചെയ്യുന്ന കുറെ ആളുകൾ അവസാനം രാജീവ് ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ ശബരിനാഥനോ വോട്ട് ചെയ്തു. കാരണം എന്താ അറിയാം? SDP-യുടെ പിന്തുണ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഇപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് വലിയ പ്രബന്ധം എഴുതിക്കൊണ്ടിരിക്കുന്നു, അപ്പുറത്തെ SDP-യുടെ പിന്തുണ സ്വീകരിക്കുന്നു. അപ്പൊ ഈ SDP-യുടെ പിന്തുണ സ്വീകരിച്ച ഒരു പാർട്ടിക്ക് പോപ്പുലർ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനയോ എതിർക്കാൻ പറ്റും? ഇത് ഞാൻ പറഞ്ഞു, അവിടെയാണ് നീതിയുടെ പക്ഷത്താണ് നിങ്ങൾ നിൽക്കേണ്ടത്. യുവാക്കൾ അങ്ങനെയാണ്. അതാണ് CJP പ്രക്ഷോഭം പറയുന്നത് അല്ലെ. ഈ DYFI സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രകാശ് രാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, മാതൃക സ്വീകരിക്കണം. കിഴവന്മാരുടെ പാർട്ടി അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ല DYFI പോകേണ്ടത്. DYFI കൃത്യമായി പറയണം, പിണറായി വിജയൻ തെറ്റിയതിന് പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടണം, വീണ തെറ്റിയതിന് വീണ ശിക്ഷിക്കപ്പെടണം, റിയാസ് തെറ്റിയതിന് റിയാസ് ശിക്ഷിക്കപ്പെടണം. അത് നീതിയാണ്. ഞങ്ങൾ നീതിക്കൊപ്പമാണ്. നാളെ രമേശ് ചെന്നിത്തല ചെയ്താലും സതീശൻ ചെയ്താലും പറയുന്ന പോലെ പിണറായി വിജയന്റെ കാര്യത്തിലും പറയണം. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസം നമുക്ക് കിട്ടും. അല്ലാണ്ട് നിങ്ങൾ പൊതിച്ചോറ് കൊടുത്തിട്ടോ. അല്ല, നമ്മൾ KSUവിനെയൊക്കെ ശരിക്കും മാതൃകയാക്കേണ്ടത് അവിടെയാണെന്ന് തോന്നുന്നു. ഇപ്പം ഒരു വിഷയത്തിൽ അവർക്ക് അഭിപ്രായം പറയാൻ പോലും അലോഷ്യസിനൊക്കെ പറ്റിയ അലോഷ്യത്ത് പറഞ്ഞല്ലോ. അലോഷ്യത്ത് പറഞ്ഞു, അത് വിഷയമായല്ലോ കേരളത്തിൽ. അതെ, അലോഷ്യസ് സതീശനെ പോലെ എന്താ പറയാ ഇത്രയും വലിയൊരു നേതാവിനെതിരെ പറഞ്ഞിട്ട് അത് വിഷയമായല്ലോ കേരളത്തിൽ. KSUവിന് എന്നും ആ ഗുണമുണ്ട്. KSUക്കാരെപ്പോഴും ആ ഒരു അത്, കാരണം കോൺഗ്രസ് അങ്ങനെ ഒരു സംഘടനയല്ല. പക്ഷേ യുവജന സംഘടനയാവുമ്പോൾ, വിദ്യാർത്ഥി സംഘടനയാവുമ്പോൾ അവരുടെ താല്പര്യമുണ്ട്. ഞാനിപ്പോൾ SFIയുടെ കാര്യത്തിൽ ഇതേ പ്രശ്നമുണ്ട്. SFI കേരളത്തിലെ ഇപ്പൊ NEP-ക്കെതിരായി വലിയ വർത്താനം പറയണ്ടല്ലോ, PM ശ്രീയൊക്കെ. കേരളത്തിലെ ക്യാമ്പസുകളിൽ NEP നടപ്പാക്കിയ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോ? കേരളത്തിലെ ക്യാമ്പസുകളിൽ NEP പിണറായി വിജയൻ മന്ത്രിയായി, ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിലെ NEP നടപ്പാക്കി കഴിഞ്ഞു. നമ്മൾ ആരോടാ പറയണേ? ഇനിയിപ്പോ സതീശൻ നടപ്പാക്കും, സതീശൻ PM ശ്രീ ഒപ്പിടുന്നുണ്ട് SFI ഇറങ്ങിയാൽ NEP-യിൽ ഇനി എന്താ ഇവിടെ നടപ്പാക്കാനുള്ള? സ്കൂളിലെ സിലബസാ. കോളേജ് നടപ്പായി, 4 വർഷം ഡിഗ്രിയൊക്കെ വന്നില്ലേ? NEP പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചെയ്തു. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മുടെ പ്രശ്നം ഒരു BC വന്നതാണോ അല്ലയോ എന്നുള്ളതല്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ബിന്ദു ഇരുന്നു കൊണ്ട് NEP നടപ്പാക്കിയെന്ന് പറയാൻ ധൈര്യമില്ലാത്ത SFIക്ക് എങ്ങനെയാ ഇനി നാളെ സതീശൻ PM ശ്രീ നടപ്പാക്കിയാ വേണ്ടെന്ന് പറയാൻ പറ്റുക? അവിടെയാണ് അതിന്റെ തിയറി. ഇപ്പോ പിണറായി ഗവൺമെന്റ് നടപ്പാക്കിയാൽ ഉടനെ അതിന് കുഴപ്പമില്ല, മറ്റൊരു നടപ്പാക്കുമ്പോൾ അത് കുഴപ്പമാണ്. അങ്ങനെ പറഞ്ഞ് യുവജന സംഘടന നിൽക്കില്ല. ധീരജ് കൊലക്കേസിൽ പോലും സംശയം നിലനിൽക്കുകയാണ്, ആരാണ് അതിന് പിന്നിൽ നിന്ന്. അതാണ് പ്രശ്നം. ഇപ്പോഴും അത് പിടിച്ചില്ലല്ലോ.
വെറുതെ ഇവരിങ്ങനെ ഓരോരുത്തരെ പറയല്ലേ, DCC പ്രസിഡന്റ് മറ്റേയാൾ മറിച്ചാളെന്നൊക്കെ. SFI ആളുകൾ കൊല്ലപ്പെട്ടാൽ, SFI സഖാക്കൾ കൊല്ലപ്പെട്ട കേസിൽ പോലും കൃത്യമായി പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കാൻ അനേക വർഷങ്ങൾ അധികാരത്തിലിരുന്നിട്ടും കഴിയാത്ത ഒരു സർക്കാരാണ്. ആ സർക്കാരിനെതിരെ SFI എങ്കിലും പറയണ്ടേ? SFI പറയണ്ടേ ഞങ്ങളെ സഖാവ് അഭിമന്യുവിന്റെ പ്രതികളെ കണ്ടെത്തുക എന്ന് പിണറായി വിജയനോട് ഒരു പ്രാവശ്യം പറയാൻ പറ്റി? എത്ര പ്രാവശ്യം മാറി? അവസാനം പിന്നെ പറഞ്ഞു പ്രതികളൊക്കെ പറഞ്ഞു. ജയരാജനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അവരൊക്കെ പുറത്തു പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അല്ല, മുണ്ട് മുറുക്കി നടക്കുന്ന ഒരു വളരെ ധീരരായിട്ടുള്ള സഖാക്കൾ ഉണ്ടായിരുന്നു. ആ സഖാക്കള് പറയുന്ന ഒരു കാര്യം പിണറായി വിജയൻ കള്ളനാണെന്നുള്ളതാണ്. ആ സഖാക്കള് പോലും പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SFI പറയണം. SFI ആണ്. SFI ഇതിന്റെ രാഷ്ട്രീയത്തിൽ SFIയും DYFIയും ഇവരുടെ രാഷ്ട്രീയം വലതുപക്ഷത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനാണ് ബാധ്യത. അങ്ങനെ തിരുത്തിയ ചരിത്രമാണുള്ളത് KSUവിനുള്ളത്. അതല്ലാതെ പോയാൽ CJP വരും. അപ്പൊ പിന്നെ CJP രക്ഷയുള്ളൂ. CJP എന്തുകൊണ്ട് ജനങ്ങൾ CJPയിൽ വിശ്വസിച്ചത്? കോൺഗ്രസോ BJPയോ CPMോ ഇതിലൊന്നും വിശ്വസിക്കാതിരിക്കുന്നത് കാരണം ഇവർക്കൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പരിമിതികളുണ്ട്. DYFIയുടെ പ്രശ്നം അതാണ്. നാളെ സീറ്റ് കിട്ടണമെങ്കിൽ പിണറായി വിജയൻ സമ്മതിക്കണം. അപ്പൊ പിണറായി വിജയനെതിരെ പറഞ്ഞ സീറ്റ് കിട്ടില്ല. അപ്പോ എനിക്ക് സീറ്റ് മതി. ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല യുവജന സംഘടനയുടെ രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യാം, പക്ഷേ അവരുടെ പൊതിച്ചോറ് മാത്രമല്ല, അതുപോലെ ചാരിറ്റിയുമല്ല. ചാരിറ്റി ചെയ്യാനൊന്നും ഒരു വിപ്ലവ സംഘടന ആവശ്യമില്ലൂടെ. ഇവിടെ ഒരു റെവല്യൂഷണറി എന്ന് പറഞ്ഞാൽ ആയുധെടുത്ത് വേണമെന്നില്ല. ചിന്തയിൽ ഒരു മാറ്റം വരുത്താൻ ചിന്താ ജെറോമിന് കഴിയുമോ എന്നാണ് ചോദ്യം. അപ്പൊ അവർക്ക് കഴിയുമെന്നും DYFIക്ക് കഴിയുമെന്നും ചിന്താ ജെറോമിന് മാത്രം ഞാൻ കുറ്റം പറയില്ല, DYFIക്കും കഴിയണം. അങ്ങനെ ഒരു മാറ്റം DYFIക്ക് ഉണ്ടാവുമോ? പാർട്ടിക്കകത്ത് ധീരതയാണ് ശരിക്കും വേണ്ടത്. ധീരത മുതലുള്ള സത്യസന്ധത, ആർജം, ഇതൊക്കെ വലിയ ക്വാളിറ്റിയാണ്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ അതാണ്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ തലവരച്ച ആളുകൾ പറയുന്ന മാതിരി അയ്യോ നീ എന്താ ചെയ്യുക, അങ്ങനെ പോയെന്തി ഇങ്ങനെ പോയെന്തി എന്ന് ആലോചിക്കുകയല്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യണ തെറ്റൊക്കെ ആവും, പക്ഷെ ധീരമായി വരിക. അതാണ് CJP കാണിച്ചത്, അതാണ് പ്രകാശ് രാജ് പറഞ്ഞത്. പക്ഷെ ആ വഴിക്ക് ഇവർ പോകുമെന്നുള്ളത് കാത്തിരുന്നു.